അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലത്തഹി ലത്തി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല ഖുർആനിലൂടെ പറഞ്ഞ ആയത്താണല്ലോ വമാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാക്കും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക, റസൂല നിങ്ങളത്തോട് തടഞ്ഞത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഓരോ കാര്യവും നമ്മൾ ചെയ്യേണ്ടവരാണ്, ചെയ്യേണ്ടതാണ്, അത് പ്രതിഫലാർഹമാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ പൊരുത്തം അതിന്മേൽ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസാണ് ലൗലാ അന്നശുക്കല ഉമ്മത്തിയിലെ അമർത്തും ബിസിവാക്കിന്ത കുല്യുബും. എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ സമുദായത്തിൻ്റെ അവർ ചെയ്യുന്ന എല്ലാ ഉളൂ ചെയ്യുമ്പോഴും അവരുടെ മേൽ ഞാൻ മിസ്വാക്കിനെ അത് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ കാര്യം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യേണ്ടത് ഒരമുള്ള വസ്തു കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മരക്കൊമ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചില മരക്കഷ്ണങ്ങൾ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടാണ്. ഒരു തുണിക്കഷ്ണമായാലും സുന്നത്ത് കിട്ടുമെന്ന് കിതാബിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ കൈവിരൽ കൊണ്ട് പറ്റുകയില്ല. കൈവിരൽ ഒരമുണ്ടായാലും അത് ചെയ്യാൻ പറ്റൂല. എല്ലാ ഒരമുള്ളത് കൊണ്ട് പറ്റുമെന്ന് ഫിഖീൻ്റെ കിതാബിൽ നിഹായ ഉൾപ്പെടെയുള്ള ഫിഖീൻ്റെ കിതാബിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പറയുന്നുണ്ട് കൈൻ്റെ വിരൽ പറ്റുകയില്ല എന്ന്. അപ്പോൾ മിസ്വാക്ക് ചെയ്യേണ്ടത് അസിവാക്കു അർളൽ ബിക്കുല്ലി ഖശനിൻ, എല്ലാ ഒരമുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പല്ലുകളിലാണല്ലോ പ്രധാനപ്പെട്ട മിസ്വാക്കിൻ്റെ ഏരിയ. പല്ലുകളിൽ അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഐ അർളിൽ ഇൻസാനി ലാഹിറം വബാത്തിനം ഫീ തൂലിൽ ഫമീന. അതായത് പല്ലുകളിൽ വീതിയിലാണ്, ഇങ്ങോട്ട് വലതുഭാഗത്തേക്ക് ആദ്യം, പിന്നെ ഇടതു ഭാഗത്തേക്ക്. അതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും കഴുകണം. പല്ലിൻ്റെ ഉൾഭാഗമുണ്ട്, പല്ലിൻ്റെ പുറം ഭാഗമുണ്ട്, അത് തടയണം, അത് കഴുകണം, അത് ബ്രഷ് ചെയ്യണം, സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് കാണാം, ഇദസ്തക്തും ഫസ്താഖു അർള. എന്നാൽ പല്ലിലിങ്ങനെ നീളത്തിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കറാഹത്താണ്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ പല്ലിൻ്റെ ഈരിക്ക് കേടുപറ്റുകയും ഈ മോണക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യും, അതിൽ നിന്ന് രക്തം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല ഫിഖിൽ പറയുന്നത് പിശാച് അങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയല്ല, നമ്മൾ ഫിഖിൽ പറഞ്ഞ ഈ രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ എന്നാൽ നാവിലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. ഫയുസന്നു അയ്യുസ്താക ഫീ തൂല, അത് നീളത്തിലാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ അറാക്ക് കൊണ്ടാണ് മിസ്വാക്ക് ചെയ്തത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മിസ്വാക്ക് ചെയ്യേണ്ട അറാക്ക് കൊണ്ടാണ്. മിസ്വാക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ്. നമ്മൾ പറഞ്ഞു മിസ്വാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളത്തുൽ റബ്ബി. ഇബ്നു ഹുസൈമ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, വായയുടെ ശുദ്ധീകരണവും അള്ളാഹുവിൻ്റെ പൊരുത്തവുമാണ് മിസ്വാക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. റസൂൽ എപ്പോഴും വലതുഭാഗത്താണ് തുടങ്ങാം. ഏത് മിസ്വാക്ക് ചെയ്യുമ്പോഴും മറ്റെല്ലാ സുന്നത്തുകളും നിർവഹിക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങൾ വലതുഭാഗം ആദ്യം മുന്തിച്ചിരുന്നു. മാത്രമല്ല മിസ്വാക്ക് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി എത്രയാണെന്നറിയോ?
റക്അത്താനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. മിസ്വാക്ക് ചെയ്തിട്ട് 2 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ മിസ്വാക്ക് ചെയ്യാതെ 70 നിസ്കരിച്ചതിനേക്കാളും വലിയ കൂലിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ പല്ല് ബ്രഷ് കൊണ്ട് ചെയ്യും, നാവും ചെയ്യും. കിതാബിൽ പറയുന്നത് വൈസ്തഹബ്ബു അൻ യമുറ സിവാക്ക് അലാ സഖ്ഫി ഫമിഹി ബിലുത്ഫിൻ. വളരെ ലഘുവായ നിലക്ക് നമ്മൾ അണ്ണാക്കിലും മിസ്വാക്ക് ചെയ്യൽ നല്ലതാണ്, സുന്നത്തുണ്ട് എന്ന്. മിസ്വാക്കിനെ വല്ലതും നടത്തുക, വല്ലാതെ അമർത്താൻ പറ്റുന്ന ഒരു ഏരിയ അല്ലല്ലോ. അവിടെ ഒന്ന് മിസ്വാക്ക് കൊണ്ടൊന്നിങ്ങനെ ഒന്ന് അടുത്തൽ സുന്നത്തുണ്ട് എന്ന് ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന മിനൻ നൗമി യശൂഷു ഫാ യദ്ലുകൂ ബിസ്സിവാക്. റസൂൽ ഉറക്കില്ലെന്നുണർന്നാൽ നല്ലോണം മിസ്വാക്ക് ചെയ്യും, നല്ലവണ്ണം ഒന്ന് മിസ്വാക്ക് ചെയ്യും. അത് സുന്നത്താണ്. മാത്രമല്ല, ഫിഖിൽ പറയുന്നത് ഖുർആൻ ഓതാൻ വേണ്ടി, അതുപോലെ ഹദീസ് പാരായണം ചെയ്യാൻ വേണ്ടി, ഇൽമ് പഠിക്കാൻ വേണ്ടി, സിക്ർ ചൊല്ലാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി, അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണമാസന്നമായ ആൾക്ക് ഇതൊക്കെ സുന്നത്താണ്. ഇവർക്കൊക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. മരണമാസന്നമായ ആൾക്ക് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഉദ്ധരണിയുണ്ട്. വയഖാലു ഇന്നഹു യുസഖിലു ഖുറൂജൽ റൂഹ് പെട്ടെന്ന് പുറപ്പെടാൻ എളുപ്പമാകും മിസ്വാക്ക് ചെയ്ത് കൊടുത്താൽ. ഐഷ റളിയല്ലാഹു അൻഹ പുണ്യ റസൂലുള്ളാഹി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുത്ത ചരിത്രമുണ്ടല്ലോ. അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇഹ്റാം ചെയ്യുന്നതിൻ്റെ മുമ്പ്, ഇങ്ങനെയൊക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. മിസ്വാക്ക് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. റസൂല പറഞ്ഞു, അലൈക്കും ബിസിവാക്ക് ഫഇന്ന ഫീഹി 15 15ഓളം പ്രത്യേകത മിസ്വാക്ക് ചെയ്താലുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്ന്, വായ വൃത്തിയാകും, പെട്ടെന്ന് പറയാം. അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടാകും, ശൈത്താൻ്റെ കോപമുണ്ടാവും. അതുപോലെ ഐശ്വര്യവും സാമ്പത്തിക വിശാലതയും ഉണ്ടാകും. പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ലഭിക്കും. അതുപോലെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ പോകും. അതുപോലെ മാത്രമല്ല, വേറൊരു പ്രത്യേകത പറയുന്നത് യജിലിൽ ബസറ, കണ്ണിൻ്റെ കാഴ്ച നല്ല തെളിവുണ്ടാവും. മാത്രമല്ല, വായക്കുള്ള ആ ഒരു കയ്പ്പ് നഷ്ടപ്പെടും, കയ്പ്പുണ്ടാവില്ല. സുദാഴ്, തലവേദന ഉണ്ടാവില്ല. തലവേദന, മൈഗ്രേഷൻ പോലത്തെ തലവേദനകളൊക്കെ വലിയൊരു പ്രയാസമായിട്ട് പലർക്കും അനുഭവപ്പെടാറുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുണ്ടാവുകയില്ല. വായ്നാറ്റം ഉണ്ടാവുകയില്ല. അതുപോലെ കഫം ഇല്ലായ്മ ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വായ്നാറ്റം വലിയൊരു പ്രശ്നമാണ്. പൊതുസമൂഹത്തിലൊക്കെ ഇടപെടുന്ന ആളുകൾക്ക് എപ്പോഴും സംസാരിക്കേണ്ടത് മറ്റുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് വായ്നാറ്റം. അതുണ്ടാവില്ല. കഫം ഇല്ലാതെയാകും. കഫമാണ് ചിലപ്പോഴൊക്കെ രോഗങ്ങൾക്ക് കാരണമായി വരുന്നത് കഫമാണ്. അതുപോലെ നമ്മുടെ മോണക്ക് നല്ല ശക്തി കിട്ടും. അതുപോലെ ദാരിദ്ര്യമുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല, പട്ടിണി ഉണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് മിസ്വാക്ക് ചെയ്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ മുസാഫഅത്ത് കിട്ടും. അതുപോലെ അവൻ്റെ പല്ലിന് നല്ല ഭംഗി കിട്ടും. തബിഉൽ മലായികത്തു മിൻ മൻസിലിലാ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് പോകുന്ന കൂടെ മലക്കലുണ്ടാവും. അതുപോലെ അവനിക്ക് മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലും. അർശിനെ വഹിക്കുന്ന മലക്കുകളും ഇസ്തിഗ്ഫാർ ചൊല്ലും. സ്വർഗത്തിൻ്റെ വാതിലുകൾ ആ കാരണം കൊണ്ട് തുറക്കപ്പെടും. അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
ഈ മിസ്വാക്ക് ചെയ്താൽ ഗുണമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തും ഐശ്വര്യം എൻ്റെ വീട്ടിലുണ്ടാവും, ഖബർ വിശാലമാകും, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. 3 കാര്യങ്ങൾ സലാസത്തു അഷിയ വാജിബുല കുല്ലി മുസ്ലിമിൻ, അതിൽപ്പെട്ട ഒന്നാണ് മിസ്വാക്ക് ചെയ്യലെന്ന്. മിസ്വാക്ക് ചെയ്യുന്ന വലിയ പുണ്യമുണ്ട്, വലിയ പ്രത്യേകത ഉണ്ട്. 4 കാര്യം പ്രവാചകന്മാരുടെ സുന്നത്തായിട്ട് റസൂല പറയുന്നുണ്ട്. ലജ്ജ, അത്തറുപയിക്കല്, മിസ്വാക്ക് ചെയ്യല്, വിവാഹം. ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞു, സിവാക്കു മത്ഹറത്തുൽ ഫമി മർളാത്തുൽ റബ്ബി, മിസ്വാക്ക് ചെയ്യൽ അല്ലാഹുവിൻ്റെ വായ വൃത്തിയാകുന്നു, അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നു. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ വളരെയേറെ പുണ്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യണം, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.